ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി, വേലൂർ, പുതുക്കാട് മേഖലയിൽ വ്യാപക നാശം. ചേരുംകുഴി മുരുക്കുംകുണ്ടിയിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലയിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ രക്ഷപ്പെട്ടു. പാർലിക്കാട് പത്താങ്കല്ലും ചാലക്കുടിയിലും തെരുവുനായ ആക്രമണം. 2 വയസ്സുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ്. 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് 41.81 മില്ലി ലിറ്റർ മഴ. നിലവിൽ ജില്ലയിൽ 2 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഊരകം ALPS സ്കൂളിലും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. 2 ഇടങ്ങളിലായി 16 പേരാണുള്ളത്. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോടും ആലുവയിലും ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചത്തേക്ക് വ്യാപക മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ജലനിരപ്പ് 420 മീറ്ററിൽ ക്രമീകരിച്ച് ഡാമിന്റെ 7 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ മഴയുണ്ടായാൽ സ്ലൂയിസ് വാൽവും തുറക്കുമെന്ന് വൈദ്യുതി ബോർഡ് അധികൃതർ അറിയിച്ചു. നിലവിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം 1.5 മീറ്ററോളം ഉയർന്നു. ഇതോടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ദൃശ്യചാരുതയേറി. ഈ വർഷം ആദ്യമായാണ് ഇത്രയും വെള്ളം അതിരപ്പിള്ളിയിൽ ഒഴുകുന്നത്. വിവരമറിഞ്ഞ് കൂടുതൽ വിനോദസഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാനെത്തുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ മഴ വിട്ടുനിൽക്കുന്നത് ആശ്വാസമായി. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്ന് ചാലക്കുടി തഹസിൽദാർ അറിയിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരവാഹകർക്ക് പ്രത്യേക ജാഗ്രത നിർദ്ദേശിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കേണ്ടതാണ്. കനത്ത മഴയെ തുടർന്ന് എനമകൾ റെഗുലേറ്ററിനോട് ചേർന്നുള്ള വളയംകെട്ട് ഭാഗികമായി പൊട്ടിച്ചു. റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടു. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലെ വാട്ടർ ലെവൽ കനത്ത മഴയെ തുടർന്ന് ക്രമാതീതമായി വർദ്ധിച്ചതോടെയാണ് റെഗുലേറ്റർ തുറന്ന് വെള്ളം പുഴയിലേക്ക് ഒഴുക്കാൻ ധാരണയായത്. കനാലിലെ ജലനിരപ്പ് 110 സെന്റിമീറ്റർ വരെ ഉയർന്നിരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പടവിലെ ബണ്ടുകൾക്ക് ബലക്ഷയം സംഭവിച്ച് തകരാൻ സാധ്യതയുണ്ടെന്നും വളയം ബണ്ട് പൂർണ്ണമായി തള്ളിപ്പോകാൻ ഇടയുണ്ടെന്നും അധികൃതർ വിലയിരുത്തി. ഇതോടെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ജലനിരപ്പ് കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുകയായിരുന്നു. മഴ കൂടുതൽ ശക്തമാവുകയും ജലനിരപ്പ് വീണ്ടും ഉയരുകയും ചെയ്താൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം കടലിലേക്ക് ഒഴുക്കിവിടേണ്ടി വരും. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി, വേലൂർ മേഖലയിൽ വ്യാപക നാശം. എരുമപ്പെട്ടി, ശങ്കരൻകാവ്, കുണ്ടന്നൂർ, നെല്ലുവായ്, കാഞ്ഞിരക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തിയായനിയുടെ വീടിന്റെയും തൊഴുത്തിന്റെയും മുകളിലേക്ക് പന ഒടിഞ്ഞു വീണ് പശുവിന് പരിക്കേറ്റു. തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകർന്നു. നെല്ലുവായ് മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്ക് കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി ബന്ധം തകരാറിലായി. നെല്ലുവായ് തെക്കുമുറിയിൽ കനത്ത മഴയിൽ പ്ലാവ് കടപുഴകി വീണ് ആർട്ടിസ്റ്റ് സദന്റെ വീട് തകർന്നു. നെല്ലുവായ് മുണ്ടങ്കോട് മുളങ്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു. നെല്ലുവായ് പുഴക്കരയിലെ വാഴത്തോട്ടത്തിലെ 40 ചെങ്ങാലിക്കോടൻ വാഴകൾ മരങ്ങൾ വീണ് നശിച്ചു. പറമ്പിലുണ്ടായിരുന്ന വലിയ മരങ്ങൾ കാറ്റിൽ കടപുഴകി വാഴകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ ഉണ്ടായ കാറ്റിൻ മഴയത്ത് 2 വൻ മരങ്ങൾ വീണ് 40ഓളം വാഴോളം കേടുപാട് പറ്റി. ഒരു കൊല്ലത്തെ അധ്വാനമാണ്. വലിയൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഗവൺമെൻറ് കൃഷിഭവനമായിട്ട് എന്തെങ്കിലും സഹായമായി ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്ന് അങ്കനവാടി റോഡിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. വേലൂർ 12ാം വാർഡിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേപ്പേരയിൽ ആരതിയുടെ വീടാണ് തകർന്നത്.
വേലൂർ വെങ്ങിലശ്ശേരി തട്ടാൻ അർജുനന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന്റെയും ബൈക്കിന്റെയും മുകളിലേക്ക് മാവ് മറിഞ്ഞു വീണ് വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. മരം വീണ് ആളൂർ ആറ്റത്ര ജോസിന്റെ വീടിന്റെ മേൽക്കൂരയും തെങ്ങ് വീണ് തിരുത്തിയിൽ വിജയകുമാറിന്റെ തൊഴുത്തും തകർന്നു. വേലൂർ 14-ാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു. പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എങ്കക്കാട് മരം വീണ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. എങ്കക്കാട് പയറ്റുശാലയിൽ സേതുമാധവന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ പുളിമരം കടപുഴകി വീണത്. വീടിന്റെ മുകളിലെ 2000 സ്ക്വയർ ഫീറ്റ് ട്രസ് പൂർണ്ണമായും തകർന്നു. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി മേഖലയിൽ മരക്കൊമ്പുകൾ വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അകമല, കുഴിയോട് പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മംഗലം, ചോറ്റുപാറ, വാളൻകുന്ന് ഭാഗത്തും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. വാളൻകുന്ന് ചെങ്ങനാത്തുണ്ടത്തിൽ ജോഷിയുടെ വീടിന്റെ അടുക്കള തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് കാഞ്ഞൂരിൽ കരിമത്തിൽ റോയിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പള്ളിക്കുന്ന് തൈവളപ്പിൽ ഷാജേഷിന്റെ വീടിന് മുകളിൽ റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. കല്ലൂർ ആദൂരിൽ കൊച്ചുവീട്ടിൽ ആഷിഖിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ പറ്റി. ആദൂർ നമ്പാടൻ മേരിയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. വരന്തരപ്പള്ളി വേപ്പൂർ റോഡിൽ വട്ടക്കൊട്ടായിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് സബ് സ്റ്റേഷന്റെ കീഴിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ മണിക്കൂറുകളായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട നിലയിലാണ്. ചന്ദ്രാപിന്നിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണ് വീടിന് നാശനഷ്ടം. എടത്തിരുത്തി 11-ാം വാർഡ് ചന്ദ്രാപിന്നി SN വിദ്യാഭവന് കിഴക്ക് വശം മണ്ടത്തറ ബിജുവിന്റെ വീടാണ് തകർന്നത്. രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലാണ് പറമ്പിലെ മാവ് വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ ഓടിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. ചുമരിനും വിള്ളൽ വീണിട്ടുണ്ട്. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നി മാരാത്ത് മദൻ മോഹന്റെ വീട്ടുപറമ്പിലെ മരങ്ങൾ മറിഞ്ഞു വീണു. വൈദ്യുതി ലൈനും തകരാറിലായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു. 2 ദിവസമായി മേഖലയിലെ വൈദ്യുതി വിതരണം തകരാറിലായിരിക്കുകയാണ്. മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് പലതവണയായി വെട്ടിപ്പൊളിച്ചതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. പലതവണ പൈപ്പിടൽ നടത്തിയ റോഡിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുഴിയടക്കൽ നടത്തുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരവും ഇതേവരെ ഉണ്ടായിട്ടില്ല. പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത കാനകളിൽ മണ്ണ് നിറയുകയും ചെയ്തതോടെ പലയിടങ്ങളിലും വലിയ തോതിലാണ് വെള്ളമുയർന്നത്. വലിയ കുഴികളിൽ വീണ ഇരുചക്രവാഹന യാത്രികർക്ക് പരിക്ക് പറ്റുന്നതും ഭാരവാഹനങ്ങൾ താഴുന്നതും സ്ഥിരം സംഭവങ്ങളാണ്. മഴയ്ക്ക് മുൻപ് കുഴികളടച്ച് കഴിയാവുന്ന പണികൾ തീർക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരാർ പ്രകാരമുള്ള ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് പൈപ്പിടൽ നടത്തുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തേക്കാൾ ഇരട്ടി സംഖ്യ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പല പദ്ധതികൾക്കായിട്ട്, ജലപദ്ധതികൾക്കായിട്ട്, കുടിവെള്ള പദ്ധതികളായിട്ട്, അമൃതം പദ്ധതി, കിഫ്ബി പദ്ധതി, ജലനിധി പദ്ധതി, പഞ്ചായത്തുകളുടെ പദ്ധതി, ഇതിനൊക്കെ തന്നെ പല തവണകൾ പൊളിച്ച് കഴിഞ്ഞ 6 വർഷമായിട്ട് ദുരിതത്തിലാണ് ഈ റോഡ്. പക്ഷെ വികസനത്തിനെതിരല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പണി കൊണ്ടുവരുമ്പോൾ നിശ്ചിത കാലയളവിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പ്രായോഗികമാക്കണം. ഇത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ആണ് പറഞ്ഞു വരുന്നത്. വാട്ടർ അതോറിറ്റി പറയും പൊതുമരാമത്തിന് കുറ്റപ്പെടുത്തും, പൊതുമരാമത്ത് ഇതിനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഈ കുറ്റപ്പെടുത്തലുകളല്ലാതെ ഇതിനൊരു ശാശ്വതമായ നടപടികൾ ഉണ്ടാകുന്നില്ല. 6 കൊല്ലമായി തുടരുന്ന ദുരിതയാത്ര എന്ന് തീരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. TCV തൃപ്രയാർ. മറ്റത്തൂരിൽ ഷെഡിന് മുകളിലേക്ക് സിമന്റ് കട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. മൂന്നുമുറി കല്ലമ്പി വീട്ടിൽ റോയിയുടെ കാറിനാണ് കേടുപറ്റിയത്. സമീപത്തെ ഹോളോബ്രിക്സ് കമ്പനിയുടെ മതിലിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന സിമന്റ് കട്ടകളുടെ ശേഖരം മഴയിൽ സമീപത്തെ മതിലിന് മുകളിലേക്കും കാർ ഷെഡിന് മുകളിലേക്കും വീഴുകയായിരുന്നു.
പുതുക്കാട് തെക്കേത്തുറവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ തെങ്ങും തേക്കും മറിഞ്ഞു വീണ് 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. കനറ ബാങ്ക് തൃശൂർ ബ്രാഞ്ചിലെ മാനേജരായ തെക്കേത്തുറവ് സ്വദേശി കാഞ്ഞിപ്പള്ളി വീട്ടിൽ രാജുവിന്റെ ഭാര്യ ഷീല, കാർ ഡ്രൈവർ പാഴായി സ്വദേശി ഗോപി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മരങ്ങൾ വീണ് കാർ തകർന്ന് നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മിന്നൽ ചുഴലിയിൽ തെക്കേത്തുറവ് പ്രദേശത്ത് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാതി, തെങ്ങ്, കവുങ്ങ് എന്നിവയും കാറ്റിൽ കടപുഴകി. റോഡിലേക്ക് വീണ മരങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പോട്ടക്കാരൻ ആന്റണിയുടെ വീട്ടുമതിലും മരങ്ങൾ വീണ് തകർന്നു. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാകയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാന്ന്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവനു സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത്. മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കെട്ടിടത്തിന്റെ 2ാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകളാണ് പലപ്പോഴായി പറന്നു വീഴുന്നത്. കഴിഞ്ഞ ദിവസം ഷീറ്റ് വഴിയാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു. ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത്. അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു പ്രവർത്തനം നിലച്ചു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഡ്രസ് വർക്ക് ചെയ്യുന്ന ഷീറ്റുകളാണ് എല്ലാം വിട്ട് ഇങ്ങനെ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഈ കാറ്റിലൊക്കെ പറമ്പിലൊക്കെ വീട് കിടക്കുന്നു. കുട്ടികളും അതുപോലെ തന്നെ വഴിയാത്രക്കാരൊക്കെ ഒരുപാട് പേര് കഴിയുന്നു. അപകടം സംഭവിച്ചതിന് ശേഷം മറുപടി എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടിട്ട് ആ ഷീറ്റുകളാണെന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത്തരം ഈ ഒരു പരിസരത്തൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് പറയാനുള്ളത്. നിസ്കരിക്കാൻ വന്ന ആളുടെ കഴുത്തിലേക്കാണ് ഷീറ്റ് വന്ന് പറന്ന് വീണത്. മടങ്ങി വന്ന് വീണത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ജീവൻ പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇതിന് ഏത് നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV കൊടുങ്ങല്ലൂർ. ചേരുംകുഴിയിൽ കുളത്തിൽ വീണ 2 സഹോദരങ്ങളിൽ ജ്യേഷ്ഠനായ 10 വയസ്സുകാരന് ദാരുണാന്ത്യം. അനുജനെ നാട്ടുകാർ രക്ഷിച്ചു. ചേരുംകുഴി മുരുക്കംകുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന നീർച്ചാലിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. 8 വയസ്സുള്ള അനുജൻ വരുൺ രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11ഓടെയാണ് അപകടം. കളിക്കുന്നതിനിടെ കുട്ടികൾ ആഴമേറെയില്ലാത്ത കുളത്തിലേക്ക് വീഴുകയായിരുന്നു. കുളത്തിന്റെ അരികിൽ മുങ്ങാതെ നിന്ന അനുജൻ വരുണിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരിൽ ചിലർ 2 പേരെയും കുളത്തിൽ നിന്നെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന സരുണിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അന്ത്യം സംഭവിച്ചിരുന്നു. അനുജൻ വരുണിനെ പട്ടിക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചു. ആ കുട്ടിയുടെ അനുജനും കൂടി അവിടെ ആ വഴിയിൽ പോയതാണ്. കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുളത്തിലേക്ക് വീണ്, കുളം പോലെ ഉള്ള ഒരു ജലാശയത്തിൽ വീണ് മരണപ്പെടുകയാണ് ഉണ്ടായത്.
ഇവിടെ ഞാൻ ജൂബിലി ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികൃതരോട് ചോദിച്ചപ്പോൾ ബോഡി ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഒപ്പം ഒരു അനുജൻ കൂടി ഉണ്ടായിരുന്നു, ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, വേറെ പ്രയാസങ്ങളൊന്നുമില്ല. 3 കുട്ടികൾ കൂടി ഉണ്ട് അവർക്ക്. അവർ സേഫാണെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരിപ്പോൾ സേഫാണ്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. അതിവേഗം പോലീസിനോട് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയായ നീർച്ചാലിൽ സുരേഷ് ടാപ്പിംഗ് തൊഴിലാളിയാണ്. 4 മക്കളും ഭാര്യയുമടങ്ങുന്ന കുടുംബം ചേരുംകുഴി മുരുക്കുംകുണ്ട് ഉന്നതിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആശാരിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സരുൺ. അപകട വിവരം അറിഞ്ഞ റവന്യൂ മന്ത്രി K രാജൻ ആശുപത്രിയിലെത്തി. TCV ന്യൂസ്, തൃശൂർ. പാർലിക്കാട് പത്താങ്കല്ല് തെരുവുനായ ആക്രമണം 2 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തി വയോധികർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച നായ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയും ആക്രമിച്ചു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. പാറക്കുന്ന് വീട്ടിൽ അമ്മിണി, പേരക്കുട്ടി 2 വയസ്സുകാരൻ, ചൂണ്ടൽ വീട്ടിൽ ബേബി, പുത്തൻപീടികയിൽ വീട്ടിൽ കുഞ്ഞുമ്മ, തൊഴിലുറപ്പ് തൊഴിലാളി പ്ലാക്കിൽ വീട്ടിൽ റഹ്മത്ത്, ചീനിക്കപ്പറമ്പിൽ വീട്ടിൽ അബ്ദുറഹ്മാൻ, ഭാർഗവി എന്നിവർക്കാണ് കടിയേറ്റത്. നായയെ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ചാലക്കുടി പോട്ടയിൽ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ ബേബി, വർഗീസ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് കാലത്ത് അവിടെ കിടക്കുന്ന പട്ടി അവർ മൂത്രം ഒഴിക്കാണ്ട് വന്നപ്പോൾ ഒരാളുടെ കാലത്ത് കടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴേക്കും ഒരാളെ കടിച്ചു. ഈ പട്ടി ഭയങ്കര ശല്യമായി. ഇവിടെ നാളൊരു ചേച്ചിനെ ഓടിച്ചു. ഭയങ്കര ശല്യമാണ് ഈ പട്ടി ഇപ്പോൾ. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ്. 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റിനു സമീപം RV ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിനെതിരെയാണ് പരാതി. 4 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് 12.5% പലിശ വാഗ്ദാനം ചെയ്ത് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 300ഓളം പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു. കഴിഞ്ഞ 6 മാസം മുൻപ് വരെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ലഭിച്ചിരുന്നു. ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 11 ജീവനക്കാരുണ്ടായിരുന്നതിൽ ഇപ്പോൾ 7 ജീവനക്കാർ മാത്രമാണുള്ളത്. 6 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കെട്ടിട വാടകയും മുടങ്ങിയതിനാൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയായ 24 ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ C രാജേഷ് പിള്ള, മാനേജിംഗ് ഡയറക്ടർ അഗിൻ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് പരാതിക്കാർ രംഗത്തെത്തിയത്. ഇതുവരെ 5 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി ലഭിച്ചതായി ടെമ്പിൾ SHO G അജയകുമാർ പറഞ്ഞു. പരാതിക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പോലീസ് FIR തയ്യാറാക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തവണകളായി 55 ലക്ഷം രൂപ നൽകിയിട്ട് മുതലും പലിശയും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് ഗുരുവായൂർ സ്വദേശി കൃഷ്ണദാസ് പറഞ്ഞു. ഗ്രീൻ ഫാമിലിക്ക് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനും മകനും കൂടി 55.5 ലക്ഷം പല ഘട്ടങ്ങളായിട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ മുതലുമില്ല, പലിശയില്ല. മൊത്തം അവര് 350 കോടി പിരിച്ചെടുത്തിട്ടുണ്ട് പലരിൽ നിന്ന്. അത് ഇന്നിപ്പം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷനോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി എന്ന പ്രചരണത്തോടെ 2008 സംസ്ഥാന വ്യാപകമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് 15 ബ്രാഞ്ചുകളും ചെന്നൈയിൽ ഒരെണ്ണവുമുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 450 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന സ്ഥാപനം ഗുരുവായൂരിൽ നിന്ന് 50 കോടി തട്ടിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ജൂൺ 7 ഇന്നെവിടെയും ദുൽഹജ് മാസപ്പിറവി ദൃശ്യമായില്ല. നാടൻ പാട്ടുകളെ ജനകീയമാക്കുകയും സ്വപ്രയത്നത്താൽ മലയാള സിനിമാ ലോകം കൈയടക്കുകയും ചെയ്ത കലാഭവൻ മണി മലയാളത്തിന്റെ അഭിമാനമായിരുന്നുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഫോക്ലോർ അക്കാദമി ചാലക്കുടി നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജന്മനാടിനെ ഇത്ര കണ്ട് സ്നേഹിച്ച കലാകാരൻ മണിയെപ്പോലെ വേറെ ആരുമുണ്ടാകാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെയാണ് ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം വേണമെന്ന് തീരുമാനിച്ചത്. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, RLV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, പ്രസീത ചാലക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ട്രാവലർ ഇടിച്ച് കാൽനട യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. മുണ്ടത്തിക്കോട് കോണിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാര്യ 43 വയസ്സുള്ള ധന്യയാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് സ്റ്റാർ പൈപ്സിന് സമീപമായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഗുഡ്സ് വാഹനമിടിച്ച് ചായക്കട തകർന്നു. കടങ്ങോട് പൂവത്തിങ്കൽ സുജാതയുടെ ചായക്കടയാണ് തകർന്നത്. അക്കിക്കാവിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു വാഹനം. റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പ് പൊട്ടി റോഡിലേക്ക് ചാഞ്ഞിക്കിടന്നിരുന്നു. ഇതിൽ ഇടിക്കുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു. റോഡരികിലെ ചായക്കട ഇടിച്ചു തകർത്ത് ഇതിനോട് ചേർന്നുള്ള മരത്തിലിടിച്ചാണ് വാഹനം നിന്നത്. ചായക്കടയും ഉള്ളിലുണ്ടായിരുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. യുവജനതാദൾ എസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒളരി സെന്ററിൽ വെച്ച് 100-ൽ പരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനതാദൾ എസ് മണ്ഡലം പ്രസിഡന്റ് മനു PB അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ്, ജോൺ വാഴപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ചാമക്കാലയിൽ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാമക്കാല സ്വദേശികളായ ചാരിച്ചെട്ടി വീട്ടിൽ രതീഷ് എന്ന് വിളിക്കുന്ന രമേശ്, പടവലപ്പറമ്പിൽ വീട്ടിൽ ബാദുഷ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. BD നൽകാത്തതിലുള്ള വിരോധത്തിൽ ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം വെസ്റ്റ് ബംഗാൾ സ്വദേശി റാബീർ ഹുസൈൻ ദബക് എന്നയാളെ മരവടി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, SCPOമാരായ മുഹമ്മദ് ഫാറൂഖ്, ഗിരീശൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി എടവിലങ്ങിൽ അറപ്പ തുറന്നു. എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ് കടപ്പുറത്തേക്ക് പെരുന്തോട്ടിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുന്ന പ്രവൃത്തിയാണ് അറപ്പ തുറക്കൽ. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകൾ സംയുക്തമായാണ് അറപ്പ തുറന്നത്. JCB ഉപയോഗിച്ച് കടപ്പുറത്തെ മൺതിട്ട നീക്കി ചാലിക്കീറിയതോടെ കെട്ടിനിൽക്കുന്ന മഴവെള്ളം ഒരു പരിധിവരെ കടലിലേക്ക് ഒഴുകി തുടങ്ങി. മുൻകാലങ്ങളിൽ ജൂൺ മാസത്തിൽ കാലവർഷം ശക്തമാകുമ്പോഴാണ് അറപ്പ തുറക്കാറുള്ളത്. മുൻകാലങ്ങളിൽ നാട്ടുകാർ ചേർന്നാണ് അറപ്പ തുറന്നിരുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം തള്ളി. സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പൊടിയൻ ബസാർ കളർഷാപ്പിന് സമീപം തറയിൽ മുകുന്ദൻ മേനോന്റെ പുരയിടത്തിലേക്കുള്ള ഗേറ്റിന് മുന്നിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത്. റോഡരികിൽ ഗേറ്റിനു മുന്നിൽ മാലിന്യം തളം കെട്ടി നിൽക്കുകയാണ്. കോതപ്പറമ്പിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി രാജയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. റോഡരികിൽ നിറഞ്ഞുകിടക്കുന്ന മാലിന്യം മണ്ണിട്ട് മൂടാനെത്തിയ രാജയെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മാലിന്യം തള്ളിയവർക്കെതിരെ എടവിലങ്ങ് പഞ്ചായത്ത് 25,000 രൂപ പിഴ ചുമത്തി. കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴയുടെ ഇരുകരകളും മുട്ടി വെള്ളം അതിശക്തമായി ഒഴുകി തുടങ്ങി. ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് മുകളിൽ നിന്ന് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അതേസമയം ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലം ഇനിയും തകരുമോ എന്ന ആശങ്കയുമുണ്ട്. കടവല്ലൂർ മുട്ടിപ്പാലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തോട് നവീകരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആശങ്കയുമായി കർഷകർ. വർഷങ്ങളായി തോട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും എടുത്തുമാറ്റാത്തതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. ജലസംഭരണശേഷി വീണ്ടെടുക്കുന്ന വിധത്തിൽ തോടിന്റെ ആഴം കൂട്ടാതെയാണ് ജോലികൾ പുരോഗമിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. 400 ഏക്കർ നെൽകൃഷിക്ക് പുതുപ്രതീക്ഷ നൽകുന്ന പദ്ധതി കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. 2 കോടി രൂപ ചെലവിട്ട് തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പൊളിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി 3 ആഴ്ച മുൻപാണ് തോട്ടിൽ യന്ത്രങ്ങൾ ഇറക്കിയത്. തോടിന്റെ ഉപരിതലത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് കർഷകരുടെ ആരോപണം. വർഷങ്ങളായി തോട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും എടുത്തുമാറ്റി ആഴം കൂട്ടിയാൽ മാത്രമേ തോട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സാധിക്കൂവെന്ന് പറഞ്ഞു. കർഷകർ തങ്ങളുടെ ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിലവിലെ ആഴം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തുമെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഫസലുർ റഹ്മാൻ പറഞ്ഞു. മുട്ടിപ്പാലം പൊളിച്ചുമാറ്റി തണത്തറ മുതൽ ഇതുവരെയുള്ള തോട് നവീകരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മഴ കനത്തതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഒറ്റപ്പിലാവിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ചാലിശ്ശേരി സ്കൂളിലേക്ക് ഇതുവഴിയാണ് പോകാറുള്ളത്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ താൽക്കാലിക പാലം വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ചെറുതുരുത്തി സെന്ററിൽ ഗർത്തം രൂപപ്പെട്ടു. ഒരാഴ്ച മുമ്പ് പൈപ്പ് ലൈൻ പൊട്ടിയാണ് ഗർത്തം രൂപപ്പെട്ടത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മെറ്റലും സിമന്റും ഇട്ട് കുഴി അടച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും പഴയ രീതിയിലായി. 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നുപോകുന്നത്. ഇരുചക്ര വാഹനമടക്കം കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. പത്ത് ദിവസത്തോളമായി ഈ കുഴി ഇവിടെ ഉണ്ടായിട്ട്. ഈ കുഴി വന്നപ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ടീം കൊണ്ടുവന്നിട്ട് കുറച്ച് എംസാൻഡും മെറ്റലും കൂടിയിട്ടായി. സിമെൻ്റൊന്നും ഇല്ല. സിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഉറച്ചിട്ടുണ്ടാവും. സിമെൻ്റൊന്നും ഉറച്ചില്ല. ഇതിപ്പോൾ വീണ്ടും ഇതായി. ഇപ്പോൾ എന്താ വെച്ചാൽ അവരിട്ട മെറ്റൽ കംപ്ലീറ്റ് മറ്റുള്ള വണ്ടികൾ ഇറങ്ങി കയറുമ്പോൾ അടിച്ചിട്ട് ആ വണ്ടി അപ്പുറത്തെ സൈഡിലൊരു വണ്ടി നിർത്താൻ പറ്റും. ഫാദർ ജോൺ കിടങ്ങന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം ഏനമാവ് പള്ളിയിൽ നടന്നു. ആഘോഷമായ ജൂബിലി ദിവ്യബലിക്ക് ജൂബിലി ഏറിയൻ ഫാദർ ജോൺ കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗം ഗോളിയർ രൂപത ബിഷപ്പ് മാർ ജോസഫ് തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ജൂബിലി സന്ദേശം നൽകി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് വല്ലൂരാൻ വികാരി ഫാദർ ജെയ്സൺ തെക്കുപുറം, ഫാദർ ഡേവിസ് അമ്പൂക്കൻ, ഫാദർ ബാസ്റ്റിൻ പുന്നൂലി പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം UR പ്രദീപ് MLAയുടെ അധ്യക്ഷതയിൽ നടന്നു. വിവിധ കാരണങ്ങളാൽ തടസ്സം നേരിടുന്ന റോഡ് നിർമ്മാണം കഴിവതും വേഗം നടത്തുന്നതിനും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജ് അടക്കം വൃത്തിയാക്കി മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനും MLA നിർദ്ദേശം നൽകി. പൊതുമരാമത്ത് റോഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PB ബിജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ഷിസ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 33ഓളം പ്രധാന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടത്താനായെന്ന് മണ്ഡലത്തിൽ 5ാം വർഷത്തേക്ക് കടക്കുന്ന ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. 25 കോടി രൂപ ചെലവ് വന്ന ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചെന്നും ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ വികസന രേഖയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 150 കോടി രൂപ ചെലവ് വരുന്ന ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര അടിപ്പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ അണിയറ പ്രവർത്തനത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 41 കോടിയുടെ വികസന പദ്ധതികൾ നടത്താനായെന്നും MLA പറഞ്ഞു. കൊരട്ടി ഇൻഫോ പാർക്കിലെ നന്ദിവനം പദ്ധതിക്ക് 7 കോടി, അതിരപ്പിള്ളിയിലെ സൌരോർജ്ജ തൂക്കുവേലിക്ക് 14 കോടി, ചാലക്കുടിയിലെ ആധുനിക മത്സ്യമാർക്കറ്റിന് 3.62 കോടി തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കോണത്തുകുന്ന് എസ്എൻപുരം റോഡിലെ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി പ്രദേശവാസികൾ. വെള്ളം പോകുന്നതിന് റോഡിൽ കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം റോഡ് തകർന്ന് വെള്ളം കെട്ടിനിൽക്കുകയാണ്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ബോൺ നതാലയുടെ ഭാഗമായി മനക്കൊടി ഇടവക അതിർത്തിയിലെ നിർധനരായ ഹൈന്ദവ സഹോദരിക്ക് വേണ്ടി നിർമ്മിച്ച് പൂർത്തിയാക്കിയ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഫാദർ പോൾ മാളിയമ്മാവ്, ബോൺ നതാലെ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത്, ജനറൽ കൺവീനർ എ ആന്റണി, ചീഫ് കോർഡിനേറ്റർ ജോജു മന്നില, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കൈക്കാരൻ റോളി റാഫേൽ, വി ടി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊടകര BRCയുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരുക്കിയ ആകാശയാത്ര നവ്യാനുഭവമായി. രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 24 പേർ യാത്രയിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള കൊടകര BRC ലിറ്റിൽ വിങ്സ് ബിഗ് ഡ്രീംസ് എന്ന പേരിലാണ് ആകാശയാത്ര സംഘടിപ്പിച്ചത്. വെണ്ടോർ ഗോജോ ഹോളിഡേയ്സ് ട്രാവൽ ഏജൻസിയുമായി സഹകരിച്ച് നടത്തിയ യാത്രയ്ക്ക് BPC VB സിന്ധു നേതൃത്വം നൽകി. ഇസ്കോൺ ക്ഷേത്രം, ലാൽബാഗ് വിശ്വേശ്വരയ്യ മ്യൂസിയം, വിധാൻ സൗധ എന്നിവിടങ്ങൾ സംഘം സന്ദർശിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി യോഗം ചേർന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായാണ് യോഗം ചേർന്നത്. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് തല പ്രവേശനോത്സവം മായന്നൂർ GUPSൽ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. കാശി പുണ്യതീർത്ഥത്താൽ സ്നാനം ചെയ്യുന്ന കോടശ്ശേരി ശിവപാർവതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുനർപ്രതിഷ്ഠയും നവീകരണ കലശവും ദ്രവ്യകലശാഭിഷേകവും നടക്കും. ശിവനും പാർവതിയും ഒറ്റപീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോടശ്ശേരി. 11 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നുവരുന്നുണ്ട്. ബുധനാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ V അനന്തകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. വെള്ളറക്കാട് പ്രവാസി സ്ട്രീറ്റിലെ വീട്ടുകിണറ്റിൽ കാട്ടുപന്നികൾ വീണു. അറക്കൽ റസാഖിന്റെ മകൾ റെജീനയുടെ വീട്ടുകിണറ്റിലാണ് 6 കാട്ടുപന്നികൾ വീണത്. കടങ്ങോട് പഞ്ചായത്തിന്റെ ഷൂട്ടർ അലക്സ് കിണറ്റിൽ വെച്ച് പന്നികളെ വെടിവെച്ച് കൊന്ന ശേഷം പന്നികളെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. കുന്നംകുളത്തെ സാംസ്കാരിക സംഘടനയായ ഫെയ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പ്രസിഡന്റ് VK ശ്രീരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെയ്സിന്റെ പുതിയ ഭാരവാഹികളായി VK ശ്രീരാമൻ, പ്രസിഡന്റ് PG ജയപ്രകാശ്, KA അസി, വൈസ് പ്രസിഡന്റുമാരായ C മോഹനൻ, സെക്രട്ടറി PS ഷാനു, ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മാള കുഴൂരിൽ ജനവാസ മേഖലയിൽ മ്ലാവ് എത്തി. മ്ലാവിനെ കണ്ട നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തി വനം വകുപ്പ് അധികൃതരെ അറിയിച്ചു. മറ്റൊരു പറമ്പിലേക്ക് കടന്ന മ്ലാവിനെ കണ്ടെത്താൻ വനംവകുപ്പ് അധികൃതർ 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും മ്ലാവിന്റെ കാൽപ്പാടുകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,708 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി, വേലൂർ, പുതുക്കാട് മേഖലയിൽ വ്യാപക നാശം. ചേരുകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ രക്ഷപ്പെട്ടു.
പാർലിക്കാട് പത്താങ്കല്ലും ചാലക്കുടിയിലും തെരുവുനായ ആക്രമണം 2 വയസ്സുകാരൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിലും ഫാം ഫെഡ് തട്ടിപ്പ് 300ഓളം പേരിൽ നിന്നായി 50 കോടിയിലധികം തട്ടിപ്പ് നടത്തിയതായി ആരോപണം. 14ഓളം പരാതിയിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.